2 ദിവസത്തെ കേരള സന്ദർശനത്തിനിടെ 4000 കോടി രൂപയുടെ വൻകിട പദ്ധതികൾ കൂടി കൊച്ചിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതികളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ വികസന കുതിപ്പിന് നിർണായകമാകുന്നതാണ് പദ്ധതികളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ പുതിയ ഡ്രൈഡോക്കാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിലൊന്ന്. 1799 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഡ്രൈഡോക്ക് നിർമ്മിച്ചത്. 970 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയാണ് ഉദ്ഘാടനം ചെയ്ത മറ്റൊരു പദ്ധതി. 2 പദ്ധതികളും ആഗോളതലത്തിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ കരുത്താകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. देश को अपना सबसे बड़ा ड्राई डॉक मिला है। ये सुविधाएं केरला और भारत के इस दक्षिणी क्षेत्र के विकास को गति देंगी. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇമ്പോർട്ട് ടെർമിനലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1236 കോടി രൂപ ചെലവിട്ടാണ് 15400 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള ടെർമിനൽ പൂർത്തിയാക്കിയത്. മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നുവെന്ന് ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണ്. മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണവും കൂടിയാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോണോവാൽ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഹൈബി ഈഡൻ MP തുടങ്ങിയവരും പങ്കെടുത്തു. 3 പദ്ധതികളും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിബിൻ ജെയിംസിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1.